നമുക്ക് മനസാക്ഷി ഉള്ളവർക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നുള്ള മരണത്തിലേക്കാണ് ആ കുഞ്ഞുങ്ങൾ പോകുന്നത്. ആ കുട്ടികൾക്ക് അറിയില്ല. നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത, അതായത് നമുക്കതൊരു അവരെ ഒരു സ്വാതന്ത്ര്യം കിട്ടേണ്ട സമയത്ത് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. യാതൊരു സഹായവും അവർക്ക് ഒരിടത്തു നിന്നും കിട്ടിയിട്ടില്ല. ഭാര്യ കണ്ണു കാണാതെ നടന്നു പോകുന്ന മരണത്തിലേക്കാണ് എന്ന് ആ ഭാര്യയ്ക്ക് അറിയില്ല. പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിൽ അധികമായിട്ടുള്ള വിഷമമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മൂവാറ്റുപുഴയിൽ നടന്ന 4 പേരുടെ ആത്മഹത്യയാണ് നമ്മളെല്ലാവരെയും കണ്ണീരലാഴ്ത്തിയത്, നമ്മളെല്ലാവരെയും വളരെയധികം മാനസികവും വിഷമിപ്പിച്ചത്. നമുക്കറിയാം, കോതമംഗലത്തുള്ള നാരായണനും ഭാര്യ ബിജിമോളും 2 പിഞ്ച് കുഞ്ഞുങ്ങളുമാണ് ഇന്നലെ മൂവാറ്റുപുഴ ആറ്റിൽ നിന്നും പോലീസുകാർ പുറത്തേക്കെടുത്തത്. 4 ജീവനുകളാണ് പൊരിഞ്ഞത്. നമുക്കറിയാം, സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ഈ നാരായണനും ബിജിമോളും 2 കുട്ടികളും വാടക വീട്ടിലായിരുന്നു. സ്ഥലവും വീടും ഒന്നും അവർക്കില്ലാത്ത വാടക കൊടുത്താണ് അവർ താമസിക്കുന്നത്. ഈ ഭാര്യ എന്ന് പറയുന്ന ബിജിമോൾക്ക് കണ്ണ് കാണത്തില്ലാത്ത ആളാണ്. അതുപോലെ 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. നാരായണനാണ് കൂലിപ്പണി എടുത്താണ് ജീവിക്കുന്നത്. അവർക്ക് സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബമല്ല. സാമ്പത്തികമായി വളരെ അധികം പിന്നോക്കം, വളരെയധികം വിഷമത്തോടു കൂടി ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്ന പട്ടിണിയും ദാരിദ്ര്യവും ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവർ 4 പേരും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ജീവിക്കാൻ യാതൊരു ഗത്യന്തരവും ഇല്ലാതെയാണ് അവർ ഏറ്റവും ഒടുവിൽ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്നത്. നമുക്കറിയാം, ഇത്തരം സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട്. ആ ഹന്നമ്മളുടെയൊക്കെ തുള്ളിച്ചാടി അവർ പോകുന്നതൊക്കെ അവർ മരണത്തിലേക്കാണ് ആ കുഞ്ഞുങ്ങൾ പോകുന്നത്. ആ കുട്ടികൾക്ക് അറിയില്ല. ഭാര്യ കണ്ണു കാണാതെ നടന്നു പോകുന്ന മരണത്തിലേക്കാണ് എന്ന് ആ ഭാര്യയ്ക്ക് അറിയില്ല. നമുക്കത് ഏത് രീതിയിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് വളരെയധികം വിഷമം തോന്നിയൊരു കാര്യം തന്നെയാണ്. അതായത് നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത, അതായത് നമുക്കതൊരു അവരെ ഒരു സ്വാതന്ത്ര്യം കിട്ടേണ്ട സമയത്ത് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. യാതൊരു സഹായവും അവർക്ക് ഒരിടത്തു നിന്നും കിട്ടിയിട്ടില്ല. അവർ വർഷങ്ങളോളം വാടക വീട്ടിൽ കഴിഞ്ഞിട്ട് പോലും, അതായത് പട്ടിണിയും പരിവട്ടമായിട്ട് കഴിഞ്ഞിട്ട് പോലും ഇതൊന്നും അറിയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന ഒരു നഗ്ന സത്യമാണ് നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ കേൾക്കുമ്പോൾ നമുക്കൊക്കെ വളരെയധികം വിഷമം തട്ടുന്ന കാര്യമാണ്. ആ അന്നമ്മയുടെ ചാടിയുള്ള പോക്കൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഇവരുടെ ആത്മഹത്യ, അല്ലെങ്കിൽ ഇവരെ ആറ്റിൽ നിന്ന് ഈ 4 മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായുന്നില്ല. അത്രയ്ക്ക് സംഭവം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിൽ അധികമായിട്ടുള്ള വിഷമമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെയൊക്കെ അവർ 4 പേരും ഗത്യന്തരമില്ലാതെ, അതായത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ, കുടുംബത്തിൽ ഓരോ ദിവസം തള്ളി നീക്കുവാൻ അവർക്ക് യാതൊരു വരുമാന മാർഗവുമില്ല. സ്വന്തമായിട്ട് വീടില്ല, സ്ഥലമില്ല, വാടക വീട്ടിലാണ് കഴിയുന്നത്. വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്തപ്പോൾ വാടകക്കാർ കർശനമായിട്ട് പറയുമ്പോൾ, അവരുടെ ഒരു ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോൾ അവർ എങ്ങോട്ടുമില്ലാതെ ഇറങ്ങിക്കൊടുക്കുന്നു. ഏറ്റവും ഒടുവിൽ സഹായത്തിനായിട്ട് അവർ കോതമംഗലം പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നു. സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവരോട് വളരെ നല്ല രീതിയിൽ ഇടപെടുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക. അവരെല്ലാവരും ഉദ്യോഗസ്ഥന്മാർ പിരിച്ചെടുത്ത് സാമ്പത്തിക സഹായം കൊടുക്കുക, ഭക്ഷണം മേടിച്ചു കൊടുക്കുക, അവരെ സുരക്ഷിതമായ ഒരു വാടക വീട്ടിലേക്ക് തന്നെ മാറ്റുക. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ആ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് സമയോചിതമായ ഒരു ഇടപെടൽ വേണം എന്നുള്ളതാണ്. അതായത് നാരായണനും ബിജിമോളും 2 കുട്ടികളും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഒറ്റ ചോദ്യമാണ് നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത്. ഇതുപോലുള്ള ആത്മഹത്യകൾ ഒഴിവാക്കേണ്ടതല്ലേ? ഇതുപോലെയുള്ള ആത്മഹത്യക്ക് പ്രേരിതമാകുന്ന സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുക. അതുപോലെ ഇതുപോലുള്ള ആത്മഹത്യക്ക് പ്രേരിതമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എവിടെയാണോ അവിടെ ചെല്ലേണ്ട ആൾക്കാരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് വാർഡ് മെമ്പർമാർക്ക് അറിയില്ലേ അവനവൻ്റെ വാർഡിൽ നടക്കുന്ന ഏതാൾക്കാർക്കാണ് സാമ്പത്തിക സഹായം ആവശ്യമുള്ളത്, ആരാണ് സ്ഥലവുമില്ലാതെ പെരുവഴിയിൽ കിടക്കുന്നത്, അവിടെ ആ മെമ്പർമാർക്കറിയില്ലേ, ആശാ വർക്കർമാർക്കറിയില്ലേ, തങ്ങളുടെ ഏരിയയിൽ വരുന്ന ആൾക്കാർക്ക്, രോഗശയ്യയിൽ കിടക്കുന്ന ആൾക്കാർ, കണ്ണുപോലും കാണാൻ കഴിയില്ലാത്ത ഭാര്യയാണുള്ളത്, 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ഈ നാരായണൻ കൂലിപ്പണി നമുക്കറിയാം, എല്ലാ ദിവസവും കൂലിപ്പണി കിട്ടാറില്ല. ജോലി ഉള്ള ആൾക്കാർക്ക് പോലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ജോലി ഇല്ലാത്ത താഴേക്കിടയിലുള്ള ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഇവരുടെ സ്ഥിതി പറയുവാനില്ല. നമുക്ക് ഒട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല അത്. കാരണം നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് മാനസികമായി വിഷമിച്ചിട്ട് ഇവർക്ക് മുമ്പോട്ടുള്ള ജീവിത യാത്രയിൽ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും എന്നുള്ള അറിയാതെയുള്ള ആ ദിവസങ്ങളിലാണ് അവർ ഇതുപോലെയുള്ള തീരുമാനമെടുത്തത് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസാക്ഷി ഉള്ളവർക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലൂടെ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
അതായത് ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്. സിനിമാക്കാരുടെ സഹായം ഓരോരുത്തർക്കും കൊടുക്കാറുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാർ സഹായഹസ്തവുമായി മുമ്പോട്ട് നീങ്ങുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം ചെല്ലേണ്ടടുത്ത് കണ്ണുകൾ ചെന്നിട്ടുണ്ടോ? സഹായഹസ്തവുമായി മുമ്പോട്ട് നീങ്ങുമ്പോൾ ചെല്ലേണ്ടടുത്തെല്ലാം കണ്ണുകൾ ചെന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ? എവിടെയാണ് കുറവ് വന്നത്? ഇത്തരം സാഹചര്യങ്ങളാണ് നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ വിലയിരുത്തുന്നത്, ചർച്ച ചെയ്യപ്പെടേണ്ടത്. ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല. എങ്കിൽ കൂടിയും ഇത്തരം ദുരവസ്ഥ നേരിടുന്ന ആൾക്കാർക്ക് ആത്മഹത്യയിലേക്ക് അവരെ വഴി തെളിയിക്കുന്നത്, അല്ലെങ്കിൽ ആത്മഹത്യയിലൂടെ കടന്നു പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ സാഹചര്യങ്ങൾ തന്നെയാണ്. ഇത്തരം സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് തന്നെ എവിടെയാണോ സഹായഹസ്തം ആവശ്യമുള്ളത് അവിടേക്ക് സഹായഹസ്തവുമായി ചെല്ലേണ്ട അധികാരികൾ തന്നെ അവർക്ക്, അതായത് സന്നദ്ധ സംഘടനകളായിക്കോട്ടെ, സിനിമാക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് സഹായഹസ്തവുമായി ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് സഹായങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കോടിക്കണക്കിന് ആസ്തിയുള്ള ആൾക്കാർ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് കൊടുക്കുന്ന ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന ഒരു പദ്ധതിയൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും ഇപ്പോഴും പല ആത്മഹത്യ ഇതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നാരായണന്റെയും ബിജിമോളുടെയും 2 കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഏത് രീതിയിലാണ് അതിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നറിയാതെയാണ് നമ്മൾ ഇപ്പോൾ അതുപോലെയുള്ള കടുത്ത മാനസികാവസ്ഥയാണ് നമ്മൾ ഈ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഈ അവരുടെ പ്രശ്നം കേട്ടപ്പോൾ നമുക്ക് തോന്നുന്നത്. ഇവിടെ ജനങ്ങളുടെ നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഇതുപോലെയുള്ള ആത്മഹത്യകൾ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ വീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുന്ന കാര്യം എന്താണ്? ഒരുപാട് ആവശ്യമില്ലാത്ത സഹായങ്ങൾ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പദ്ധതികളെല്ലാം ഒഴിവാക്കിയിട്ട് ഇത്തരക്കാരെയല്ലേ സത്യത്തിൽ സഹായിക്കേണ്ടത്? ഇത്തരമാണ് നമ്മളൊരു കാര്യം പറയും. റിയാക്ഷൻ വീഡിയോസ് എടുക്കുന്ന ആൾക്കാർ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിലയിരുത്തി സംസാരിക്കുമ്പോൾ, അല്ലെ സമൂഹത്തിന് മുമ്പിലേക്ക് ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, സത്യസന്ധമായിട്ടും ആത്മാർത്ഥമുള്ള ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവിടെയെല്ലാം പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഒരു കാര്യം, ഒരു പ്രശ്നം ഒരു കുടുംബക്കാർ അനുഭവിക്കുന്നത് അത് നേരെ ചൊവ്വേ വന്ന് ആത്മാർത്ഥമായിട്ട് സമൂഹത്തിലേക്ക് ആ വാക്കുകൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഒരു പാർട്ടിയുടെ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പാർട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ BJP പാർട്ടി ആയിക്കോട്ടെ, ആരുടെ ഒരു പാർട്ടിയിലും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് മാനുഷിക മൂല്യങ്ങൾക്ക്, അതായത് ജാതി കക്ഷി രാഷ്ട്രീയ ജാതികൾക്ക് അതീതമായിട്ട് മാനുഷിക മൂല്യങ്ങളൊക്കെയാണ് നമ്മൾ വില കൊടുക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ പ്രസക്തി എന്ന് പറയുന്നത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുകയും സഹായം കൊടുക്കേണ്ടവരെ സഹായഹസ്തവുമായി മുമ്പോട്ട് സമയോചിതമായിട്ടുള്ള ഇടപെടലാണ് വേണ്ടത്. ഒരു ആത്മഹത്യ ചെയ്ത കുടുംബത്തിനെ ഇനി നമുക്ക് ഒരു കാരണവശാലും രക്ഷിച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. ഇത്തരം സാഹചര്യങ്ങൾ സമൂഹത്തിൽ ഇനി ഇതുപോലെയുള്ള നാരായണന്മാർ അല്ലെങ്കിൽ ബിജിമോളുമാർ എല്ലാം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. എവിടെയാണോ സഹായഹസ്ത ആവശ്യമുള്ളത് അവിടെ സഹായം എത്തിക്കാനുള്ള ഇതുപോലെയുള്ള സഹായഹസ്തങ്ങളും സന്നദ്ധ സംഘടനകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് തുണയായി നിൽക്കുക, അവർക്ക് കൊടുക്കുക. ആവശ്യമില്ലാത്ത സഹായങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അർഹതപ്പെട്ടവരുടെ ഇടയിലേക്ക് അർഹതപ്പെട്ട സഹായഹസ്തങ്ങൾ എത്തിക്കുമ്പോൾ ഇതുപോലുള്ള ആത്മഹത്യകൾ ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അതുപോലുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള ആൾക്കാരെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ കുടുംബം മാനസികമായി തകർന്ന് മുഴുപട്ടിണിയിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പൈസ ഉണ്ടാക്കാൻ, അവിടെ വരുമാനം ഉണ്ടാക്കാൻ ആളില്ല. നാരായണൻ കൂലിപ്പണിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂലിപ്പണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ദിവസവും ഒന്നും കാണില്ല. അപ്പോൾ അത്തരം സാഹചര്യം, ഭാര്യയ്ക്ക് വയ്യാതിരിക്കുന്ന ഒരു ഭാര്യ, അത്തരം സാഹചര്യം കൂടെ കടന്നു പോയപ്പോൾ അവര് യാതൊരു നിർവാഹവും ഇല്ലാതെയാണ് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ശ്രമിച്ചതും ആത്മഹത്യ ചെയ്തതും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് ഓരോ ജനങ്ങളും സഹായഹസ്തവുമായി മുമ്പോട്ട് നീങ്ങുന്ന ഓരോ പ്രവർത്തകരും അവരുടെ കണ്ണ് തുറക്കുന്ന, അതായത് എവിടെ ആർക്കാണോ ആവശ്യം സഹായങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി അവരെ ഇതുപോലെയുള്ള ആത്മഹത്യയിൽ നിന്ന് പോലുള്ള സംഭവങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വവും നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികൾക്കുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കക്ഷി രാഷ്ട്രീയമല്ല, ജാതി വ്യവസ്ഥിതയല്ല, വർണ്ണവിവേചനമില്ലാത്ത ഒരു സമൂഹം, അതായത് കഷ്ടത അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന, ഓരോ ദിവസവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണെങ്കിലും അവൻ ഓരോ ദിവസവും അവർക്കുണ്ടാകുന്ന കഷ്ടപ്പാടിലൂടെ മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത്തരം സന്നദ്ധ സംഘടനകളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും മുമ്പോട്ട് വന്നെങ്കിൽ മാത്രമേ ഇത്തരം ആത്മഹത്യകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുരത്തി മാറ്റുവാനായിട്ട്
നല്ലൊരു കേരളം സൃഷ്ടിക്കുവാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇത്തരം വീഡിയോകളിൽ കൂടി നമുക്ക് ലഭ്യമാകുന്ന സന്ദേശം.